ഓക്കെ ഫ്രണ്ട്സ്, ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 2. നമ്മളുടെ ട്രേഡിംഗ് സൈക്കോളജി എപ്പിസോഡ് 1 നമ്മൾ ചെയ്തു. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ എപ്പിസോഡ് 1 ചെയ്തു. ഇപ്പോൾ നമ്മൾ എപ്പിസോഡ് 2 ഇമോഷണൽ റോളർ കോസ്റ്റർ. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ റോളർ കോസ്റ്റർ. ഓക്കെ, എന്താണ് റോളർ കോസ്റ്റർ എന്ന് ഉദ്ദേശിക്കുക? എന്താണ്? നിങ്ങൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു റൈഡ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു റൈഡ് കണ്ടിട്ടുണ്ടാവും. എന്താണ് ഈ റൈഡിൽ? ഈ റൈഡിൽ നമ്മളുടെ പലതരം ഇമോഷൻസ് നമുക്കതിൽ കാണാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പല ഇമോഷൻസ് നമുക്ക് കാണാം. ഓക്കെ, റൈഡ് മുകളിലേക്ക് പോകുന്ന സമയത്ത് റൈഡ് ഒറ്റയടിക്ക് താഴേക്ക് വരുന്ന സമയത്തും മുകളിലേക്ക് പോകുന്നതും ഓരോ രീതിയിൽ ആ റൈഡിലും നമ്മളുടെ ഓരോ ഇമോഷൻസും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇമോഷണൽ റോളർ കോസ്റ്റർ എന്ന് പറയുന്നത് ഒരു സേർട്ടേൺ സിറ്റുവേഷനിൽ നമുക്ക് വരുന്ന ഇമോഷൻ്റെ എല്ലാം ഒരു മിക്സ്. എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടാവും? ഫിയർ ഉണ്ടാവാം, ഗ്രീഡ് ഉണ്ടാവാം, ഹോപ്പ് ഉണ്ടാവാം, അതുപോലെ തന്നെ പലതരം ഇമോഷൻസ് ഉണ്ടാവും, നെർവസ്നെസ് ഉണ്ടാവാം. ഇതിൻ്റെ എല്ലാം ഒരു മിക്സിനെയാണ് നമ്മൾ റോളർ കോസ്റ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ട്രേഡിങ്. നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ്, എൻട്രി എടുത്ത് കഴിഞ്ഞ് നമ്മൾ ടാർഗറ്റിനോ സ്റ്റോപ്പ് ലോസിനോ വെയിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടാർഗറ്റിനോ സ്റ്റോപ്പ് ലോസിനോ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെർട്ടൺ പീരീഡ്, ഓക്കെ, സ്റ്റോപ്പ് ലോസിലേക്ക് ടച്ച് ചെയ്യുന്ന സമയം, അതുപോലെ ടാർഗറ്റിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു സമയം, ആ സമയത്തിനുള്ളിൽ നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളിൽ കുറച്ച് ഇമോഷൻസ് വരും. ഓക്കെ, ഇതും ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. ഇത് ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ഓക്കെ, പലതരം ഇമോഷൻസ് നമുക്ക് വരും. ഹോപ്പ് വരും, ഗ്രീഡ് വരും, നെർവസ്നെസ് വരും, ഫിയർ വരും, പലതരം ഇമോഷൻസ് നമുക്ക് വരും. ഓക്കെ, അപ്പം അത്തരം ഇമോഷൻസിനെയാണ് നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ, ആ ഒരു ലെവലിലാണ് നമ്മളതെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളുടെ പേഴ്സണാലിറ്റിയും, അതുപോലെ നമ്മളുടെ റിസ്ക് ആപ്പറ്റൈറ്റും, അതുപോലെ തന്നെ നമ്മളുടെ എക്സ്പെക്റ്റേഷനും, ഓക്കെ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ. ആ സെഗ്മെൻറ്റ് തിരഞ്ഞെടുത്തതിലായിരിക്കണം നമ്മളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇമോഷണൽ റോളർ കോസ്റ്റർ എന്നാണ്. ഓക്കെ, നമ്മളുടെ ഇമോഷൻസിൻ്റെ എല്ലാം ഒരു മിക്സിനെയാണ് നമ്മൾ പറയുന്നത്. അടുത്ത എപ്പിസോഡ് 3 നമ്മൾ ഈ ഓരോ ഇമോഷനെയും കുറിച്ച് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്റർ, ഓക്കെ, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ നമുക്ക് ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു റിലേറ്റഡ് എക്സാമ്പിൾ ബേസ് നോക്കാം. ഓക്കെ, ഇത് എൻ്റെ സ്കൂൾ, ഞാൻ പഠിക്കുന്ന സ്കൂള്. ഓക്കെ, ഇതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് മാത്സ് ആണ്. ഇതാണ് മാത്സ് സാറ്, ഇതാണ് ഞാൻ. ഓക്കെ, മാത്സ് സാറ് നിങ്ങൾക്കറിയാം, അത്യാവശ്യം ചൂടനായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ ഒരു അസൈൻമെൻറ്റ് ലാസ്റ്റ് വീക്കിൽ തന്നിരുന്നു. ഓക്കെ, അപ്പം അത് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് ഞാൻ സ്കൂളിലെത്തിയ സമയത്താണ് ഞാനത് ആലോചിക്കുന്നത് വരെ. ഓക്കെ, നോക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്തിട്ടുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഞാൻ മാത്രം ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ പിടിക്കപ്പെട്ടാൽ, ഓക്കെ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. എങ്ങനെയായിരിക്കും? ക്ലാസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ എന്നെ കൊണ്ടിരുത്തി ഇതുപോലെ ഫയർ ചെയ്യുന്ന ഒരു സെനാരിയോ ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ക്ലാസ്സിലെത്തി, 10 മണിയാവുന്ന സമയത്ത് ബെല്ലടിക്കും. 10 മണി മുതൽ 10:45 വരെ മാത്സ് പീരീഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ പതറി എല്ലാവരോടും പെട്ടെന്ന് ഒരു ഹോംവർക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കോപ്പി കാറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷെ അസൈൻമെൻ്റ് ആവുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല. ആരും എന്നോട് പറഞ്ഞില്ല, ഞാൻ ആരോടും ചോദിച്ചില്ല, ഞാൻ മറന്നും പോയി. അപ്പോൾ ക്ലാസ്സിൽ പല ആളുകളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ ഫ്രഷായിട്ട് സൂപ്പറായിട്ട് ചെയ്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ തട്ടിക്കൂട്ടി ചെയ്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ അത് കോപ്പി അടിച്ച് ചെയ്ത ആളുകളുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തമാകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബെല്ലടിച്ച് എല്ലാവരും ബെഞ്ചിലിരിക്കാൻ തുടങ്ങി. ഓക്കെ, ആ സമയത്ത് ഞാൻ എല്ലാവരെയും നോക്കുന്ന സമയത്ത് എല്ലാവരുടെ മുഖത്തും നല്ലൊരു സന്തോഷമാണ്, ചിലവർക്ക് ഫിയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു
ഇമോഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു ഫിയറാണ്. കാരണം എന്താണ്, ഞാൻ ചെയ്തിട്ടില്ല, പിടിച്ചു കഴിഞ്ഞാലുള്ള ആ, ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഫിയർ. അതുപോലെ നെർവസ്നെസ് ഉണ്ട്, ചെറിയൊരു നെർവസ്നെസ് ഉണ്ട്. ഓക്കെ, മൂന്നാമതെന്താണ്, നല്ല ടെൻഷൻ ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, ചെറിയൊരു ഡൗട്ടും ഉണ്ട്. കാരണം എന്താണ്, ഒരു 10 മിനിറ്റ് ആയിട്ടും മാത്സ് സാറെ കാണുന്നില്ല. ഓക്കെ, അപ്പം എന്താണ്, ഈ ഒരു സിനാരിയോയിൽ എനിക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഓരോ ഇമോഷൻസ് എൻ്റെ ഉള്ളിൽ ഈ റോളർ കോസ്റ്റർ പോലെ അതിൻ്റെ ഒരു മിക്സ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പം എന്താണ്, ഒരു 15 വരെ നോക്കിയിട്ടും മാത്സ് സാറെ കാണുന്നില്ല. ഓക്കെ, ഇപ്പം എന്താണ്, അതുവരെ എന്താണ്, ഈ ഒരു ലെവലിലായിരുന്നു. കാരണം എന്താണ്, എൻ്റെ റോളർ കോസ്റ്റർ എന്ന് പറയുന്നത്, എൻ്റെ മിക്സ് എന്ന് പറയുന്നത് ഫിയർ ഉണ്ട്, നെർവസ്നെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, അതുപോലെ ഡൗട്ട് ഉണ്ട്. ഇതുപോലെ ഒരുപാട് ഇമോഷൻസിലൂടെ ഞാൻ ഇത്രയും നേരം കടന്നു പോയത്. പെട്ടെന്നാണ് ഫിസിക്സിൻ്റെ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്ന് ഒന്നും മിണ്ടാതെ ക്ലാസ്സിലേക്ക് കയറി വന്നു. പെട്ടെന്ന് തന്നെ അറ്റൻഡൻസ് എടുത്തു. ടീച്ചർ ബോർഡുമേൽ എഴുതാൻ തുടങ്ങി. എന്താണ്, സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി ഫിസിക്സ് ക്ലാസ് എടുക്കാൻ വേണ്ടി വരികയാണ്. ആരും ഒന്നും മിണ്ടില്ല, എല്ലാവരും ടീച്ചർ ബോർഡുമേൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ എഴുതി. ഓക്കെ, ഇപ്പം എന്താണ്, മാത്സ് ടീച്ചർ ക്ലാസ്സിലേക്ക് വന്ന് കയ്യോടെ പൊക്കി നാറ്റിക്കുന്ന ആ ഒരു സെനാരിയോ ആലോചിച്ച ഞാൻ എന്താണ്, ആ ഒരു റിലീഫ് സെനാരിയോയിലേക്ക് മാറി. എന്താണ്, ഞാൻ ആലോചിച്ച് കൂട്ടിയതൊക്കെ ഇനി സാറ് വരലുണ്ടാവില്ല എന്നുള്ള ഒരു ഇമോഷൻ്റെ ഇതിൽ ഞാൻ എന്താണ്, ഞാനൊരു കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എന്താണ്, ഞാൻ ഇത്രയും നേരം ഞാൻ എനിക്കുണ്ടായ ആ ഇമോഷൻ എല്ലാം ഞാൻ എന്താണ്, കുറച്ച് നേരത്തേക്ക് മറന്ന് ഒന്ന് റിലീഫ് ആവാൻ തുടങ്ങി. 10 മണി ആ ഒരു 10:45 ആയ സമയത്ത് എന്താണ്, ബെല്ലടിച്ചു. ഫിസിക്സ് ടീച്ചർ പുറത്തേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്ത് എന്താണ്, ടീച്ചർ പുറത്തേക്ക് പോയി ഒന്ന് ക്ലാസ്സിലേക്ക് തലയിട്ടിട്ട് പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യമില്ല, മാത്സ് സാർ ഇതാ നടന്നു വരുന്നുണ്ട്. ചെറുങ്ങനെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിലേ വന്നു. അതുകൊണ്ട് തന്നെ സാറെ ക്ലാസ് ഞാനും എൻ്റെ ക്ലാസ് സാറും എടുക്കാൻ വേണ്ടി പോകാണ്ട് പറഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് മാത്സ് കാർ നടന്നു വരുന്നതാണ് ഞാൻ വിൻഡോയിലൂടെ കാണുന്നത്. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ആ ഒരു ഇമോഷൻ? നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടായ ആ ഇമോഷൻ വീണ്ടും എനിക്ക് വന്നു. ഓക്കെ, ആ ഒരു ഇമോഷൻ എന്തായി, വീണ്ടും എനിക്ക് വന്ന്. അപ്പോഴെന്താണ്, ഞാൻ നേരത്തെ ആലോചിച്ച കാര്യങ്ങളൊക്കെ ആലോചിക്കും, ഇതെല്ലാം ആലോചിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് പലതരം ഇമോഷൻസ് ഇങ്ങനെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, ഇതിനെയാണ് ആ ഒരു മിക്സ് ഓഫ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇതാണ് റോളർ കോസ്റ്റർ പോലെ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ്, ഇനി നമ്മളുടെ ട്രേഡിംഗ് ആയിട്ട് നമ്മൾ ഇമോഷൻസ് കണക്ട് ചെയ്തും കൊണ്ടുള്ള സെനാരിയോസ് നമുക്ക് പറയാം. ഇനിയാണ് നമ്മൾ ആക്ച്വൽ ഗെയിമിലേക്ക് കടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ലൈഡിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഫണ്ടമെൻ്റലി അനാലിസിസ്, ടെക്നിക്കലി അനാലിസിസ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫണ്ടമെൻ്റലി നമ്മളെന്താണ്, ഒരു ലോങ് ടേം ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതാണ് ഒരു ലോങ് ടേമിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ്, കൂടുതലായിട്ട് ടെക്നിക്കലിനേക്കാൾ കൂടുതൽ എന്താണ്, ഫണ്ടമെൻ്റലി. കാരണം എന്താണ്, അയാൾ ഹോൾഡ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ കാലമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അയാൾക്ക് ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് കൂടുതലായിട്ട് നോക്കേണ്ടത് ആരാണ്? ഇൻട്രാഡേ ട്രേഡിംഗ്, ഒരു വെരി ഷോർട്ട് ടൈം ഇൻട്രാഡേ ട്രേഡിംഗ്, അതുപോലെ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ട് ടെക്നിക്കൽസ് നോക്കേണ്ടത്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ എന്താണ്, ഫണ്ടമെൻ്റൽസും കൺസിഡർ ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ഓക്കെ, ചിലരുടെ സ്വിംഗ് പൊസിഷൻസ് വരുന്നത് ചിലപ്പം 2 months 3 months ഒക്കെ വരും. അപ്പോൾ എന്താണ്, ഫണ്ടമെൻ്റൽ നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളൊരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന, ഒരു സ്റ്റോക്സിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ഇവരൊക്കെ എന്താണ്, ടെക്നിക്കലി നോക്കണം. അപ്പോൾ എന്താണ്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്, അതുപോലെ ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്, അല്ലെങ്കിൽ എന്താണ്, ഫണ്ടമെൻ്റലി മാർക്കറ്റിൽ അനാലിസിസ് ചെയ്യുന്നു, അതുപോലെ ടെക്നിക്കലി മാർക്കറ്റിനെ അനാലിസിസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്, നമുക്ക് ഓവറോൾ ഒരു ഔട്ട്ലുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഓവറോൾ ഒരു ഔട്ട്ലുക്ക് കിട്ടുന്നത് എന്താണ്, നമുക്ക് സ്റ്റോക്ക് വൈസ് നോക്കുന്ന ആളുകളാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഇൻഡിസിസിലാണ് ചെയ്യുന്നത്, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ്പ്,
അതുപോലെ തന്നെ ഇൻഡെക്സിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് ആ ഒരു ഇൻഡെക്സിൻ്റെ ഓവറോൾ ഒരു ഔട്ട്ലുക്ക് കിട്ടും. അല്ലേ? നമ്മളെല്ലാവരും ആദ്യം പഠിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അതിന് ശേഷം എന്താണ് നമ്മൾ സ്ട്രാറ്റജിയിലേക്ക് വരും. ഓക്കെ, നമ്മളെന്താണ് നമ്മൾ ഓവറോൾ ഔട്ട്ലുക്ക് മനസ്സിലാക്കി. എന്ത് ബേസിലാണ് നമ്മൾ ഔട്ട്ലുക്ക് മനസ്സിലാക്കിയത്? ഫണ്ടമെൻ്റലി അനാലിസിസും ടെക്നിക്കലി അനാലിസിസും കൂടി നമ്മൾ ക്ലബ്ബ് ചെയ്യിച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റോക്കിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സിൻ്റെയോ നമ്മളൊരു ഓവറോൾ ഔട്ട്ലുക്ക് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതിലേക്കാണ് വരുന്നത് സ്ട്രാറ്റജി ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. ഇതിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഓവറോൾ ഔട്ട്ലുക്ക് മനസ്സിലാക്കിയ ആ ഒരു അസറ്റ് ക്ലാസ് ഉണ്ടല്ലോ, ആ അസറ്റ് ക്ലാസ്സിൽ നമ്മളെന്താണ് നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം നമുക്കൊരു എൻട്രി ഉണ്ടാകും, അതുപോലെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും, അതുപോലെ ടാർഗറ്റ്. ഓക്കെ, ഈ ഒരു മൂന്ന് സെനാരിയോസ് നമ്മളെ മുന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സ്ട്രാറ്റജി വഴിയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും നമ്മൾ ക്ലബ്ബ് ചെയ്യിച്ചുകൊണ്ട് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസിൻ്റെ നമ്മളൊരു ഓവറോൾ ഔട്ട്ലുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ നമ്മളുടെ സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്തു. ചിലവർക്ക് EMA സ്ട്രാറ്റജി ആയിരിക്കാം, ചിലവർക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിരിക്കാം, ചിലവർക്ക് ഒരു സ്ട്രാറ്റജി പോലും ഇല്ലാതെ നേക്ഡായിട്ട് ബ്ലൈൻഡായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാവാം. അതുപോലെ ICT ഉണ്ടാവാം, SMC ഉണ്ടാവാം, പല സ്ട്രാറ്റജിയും ഉണ്ട്. ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ് മാർക്കറ്റിൽ എപ്പോഴും എൻട്രി സെനാരിയോ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും എൻട്രിയാണ്. അപ്പോൾ എന്താണ് നമ്മൾ നോട്ട് അബൌട്ട് ദ എൻട്രി, ഇറ്റ്സ് അബൌട്ട് ദ റൈറ്റ് എൻട്രി എന്ന് പറയുന്നത് എന്താണ് സ്ട്രാറ്റജി. നമ്മുടെ സ്ട്രാറ്റജി ഡിമാൻഡ് ചെയ്യുന്ന ഒരു എൻട്രി പോയിന്റ്, ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ്, ഒരു ടാർഗറ്റ് പോയിന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു റിസ്ക് മാനേജ്മെൻറ്റും കൂടി ചെയ്തതിന് ശേഷം എന്താണ് അതിൽ നമുക്കെന്താണ് ഒരു പ്രോഫിറ്റോ ഒരു ലോസോ കിട്ടുന്നത്. അല്ലേ? ഇങ്ങനെയല്ലേ? ആണെങ്കിൽ ഒന്ന് തല കുലുക്കുക. എന്നാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയല്ല എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ അത് തെറ്റാണെന്ന് പറഞ്ഞത്. പലരും പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാം, ടെക്നിക്കലി അനാലിസിസ് ചെയ്യാം, അതിൽ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാം, അതിനുശേഷം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന് വെയിറ്റ് ചെയ്യാം. പക്ഷേ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു വലിയ മതിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു ബാരിയർ ഇതിന് മുന്നിലുണ്ട്. ഓക്കെ, ഇതിന് മുന്നിൽ വലിയൊരു ബാരിയർ. കാരണം നമ്മൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. ഈ സൈക്കോളജിയിൽ നമ്മൾ എത്രത്തോളം ബിൽഡ് ചെയ്ത് നമ്മളുടെ സൈക്കോളജി വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ പ്രോഫിറ്റ്. പറയുന്ന സമയത്ത് പലർക്കും ഇതൊരു എന്താ പറയുക ഒരു ഇതായിട്ട് തോന്നാം, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു ചിരി പോലെ തോന്നാം. കാരണം എന്താ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. നമ്മൾ ഫണ്ടമെൻ്റലി അനാലിസിസും ടെക്നിക്കലി അനാലിസിസും ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ ഓവറോൾ നമ്മളൊരു ഔട്ട്ലുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ നമ്മളെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു, റിസ്ക് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, എന്താണ് നമ്മളൊരു എൻട്രി ക്രൈറ്റീരിയ, സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ, സ്റ്റോപ്പ് ലോസ് ക്രൈറ്റീരിയ, ടാർഗറ്റ് ക്രൈറ്റീരിയ വെച്ചു. ഓക്കെ, ടാർഗറ്റ് ക്രൈറ്റീരിയ വെച്ചു. ഓക്കെ, നമ്മൾ എൻട്രി ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ ആ ഒരു എൻട്രിയിലേക്ക് ആ ഒരു എൻട്രിയിൽ നമ്മൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഒരു 3 കാര്യങ്ങൾ ഫണ്ടമെൻ്റലിയും ഇല്ല, ടെക്നിക്കലി അനാലിസിസും, റിസ്ക് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജി. ഇതൊക്കെ എന്താണ് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സംഭവങ്ങളാണ്. ട്രേഡ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട സാധനമാണ്. ഇതൊക്കെ എന്താണ് ആ ട്രേഡ് എടുക്കുന്നതോടുകൂടി ഇതെല്ലാം കഴിഞ്ഞു എന്നതാണ്. പിന്നെ ഇതിനെക്കൊണ്ടൊരു യൂസും ഇല്ല. ഓക്കെ, ട്രേഡ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യാനോ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനോ പിന്നെ നമ്മുടെ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണോ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമല്ല. പിന്നെന്താണ് പിന്നെ നമ്മളുടെ റിസ്ക്കും നമ്മളുടെ പ്രോഫിറ്റ് എത്ര നമുക്ക് പ്രോഫിറ്റ് എത്ര ലോസ് എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്താണ് ഈ സൈക്കോളജി എന്ന് പറഞ്ഞുള്ള ബാരിയറാണ്. നമ്മളുടെ സൈക്കോളജി എത്രത്തോളം വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. ഓക്കെ, ഇപ്പം എന്താണ് പല ആളുകളും നന്നായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യും. ഒരുപാട് ആളുകൾ നന്നായിട്ട് ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെയ്യും. അതിനുശേഷം അവർക്ക് എന്താണ് ഒരു ഔട്ട്ലുക്ക് കിട്ടും. ഔട്ട്ലുക്കിൽ അവർ എന്ത് ചെയ്യും സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് നല്ല എൻട്രി പോയിൻ്റ് ആയിരിക്കും, നല്ല SL ആയിരിക്കും, നല്ല ടാർഗറ്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് ആ ടാർഗറ്റ് വരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്താണ് അവർ ആ SL എത്തുന്നതിന് മുന്നേ കട്ട് ചെയ്യും. ഓക്കെ, ടാർഗറ്റ് വരെ എത്തിക്കാൻ കഴിയില്ല. ഒരു സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ് ഒരു റൂൾ ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണ് അതിനൊരു എൻട്രി ഉണ്ട്, അതിനൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പോയിന്റ് ഉണ്ട്, സ്റ്റോപ്പ് ലോസ് ഉണ്ട്. പക്ഷെ എന്തോ ആ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു എൻട്രി പോയിന്റ് വരെ എത്താൻ കഴിയുന്നില്ല.
അല്ലെങ്കിൽ ആ എക്സിറ്റ് വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതിന് മുന്നേ നമ്മൾ ചെയ്യും, പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു എന്തോ ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് പോലെ ഉണ്ടാവും. അതാണ് ആക്ച്വലി ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. ഓക്കെ, സൈക്കോളജിയും മൈൻഡ് സെറ്റൊക്കെ ഏകദേശം സിമിലർ തന്നെയാണ്. നമ്മുടെ സൈക്കോളജി, നമ്മുടെ പ്രോഫിറ്റിന് മുന്നേ നമുക്കെന്താണ് ഒരു സൈക്കോളജി എന്ന് പറയുന്നൊരു ബാരിയർ ഉണ്ട്. ഇത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ എത്ര നല്ലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാമെന്ന് വെച്ചാലും നമുക്കറിയില്ല. നമുക്ക് ചിലപ്പം പ്രോഫിറ്റ് എടുക്കാം 1 ദിവസം, 2 ദിവസം, 1 വീക്ക്, മന്ത്. പക്ഷെ ഒരു നിങ്ങളൊരു ലോങ്ങർ ടൈമിൽ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി ബിൽഡ് ചെയ്യാതെ നമുക്ക് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ലോങ് റണ്ണിൽ സൈക്കോളജി ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊരു ഒരു ഓൾ ടൈം ലൂസർ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾ ടൈം ഫെയിലിയർ ആയിരിക്കും. ഓക്കെ, പല ആളുകളെയും നമുക്ക് നോക്കാം. പല ആളുകളും എങ്ങനെയാണ്, ചില ആളുകൾ 4 കൊല്ലം എടുത്തു എന്ന് പറയും, ചില ആളുകൾ 5 കൊല്ലം എടുത്തു എന്ന് പറയും, ചില കൊല്ലം 6 കൊല്ലം എടുത്തു എന്ന് പറയുന്ന ആളുകളുണ്ട്, ചില ആളുകൾ 2 കൊല്ലം എടുത്ത്, ചില ആളുകൾ 10 കൊല്ലം. ഈ 10 കൊല്ലം എന്ന് പറയുമ്പോൾ അവർക്ക് പഠിച്ചെടുക്കാൻ ഫണ്ടമെൻ്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും സ്ട്രാറ്റജിയും ഇതെല്ലാം ചിലപ്പോൾ 1 കൊല്ലം കൊണ്ടോ 1.5 കൊല്ലം കൊണ്ടോ ചിലപ്പോൾ 1 കൊല്ലത്തിന് താഴെ കൊണ്ടൊക്കെ പഠിച്ചെടുക്കുന്ന ആളുകളുണ്ട്. ഡിപ്പെൻഡ്സ് ഓഫ് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ 3 കൊല്ലം 4 കൊല്ലമൊക്കെ എക്സ്ട്രാ എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലാക്കുക. സൈക്കോളജി മാസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സൈക്കോളജി മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അതിനാണ് ഇതുപോലെ ഇത്ര സമയം എടുക്കുന്നത്. മനസ്സിലാക്കുക, ഇത്രയും സമയം ഒരു ട്രേഡർ ഒരു എക്സ്ട്രാ അയാൾ എടുക്കുന്നതിലെ ഭൂരിഭാഗം സമയം എന്ന് പറയുന്നത് സൈക്കോളജി ബിൽഡ് ചെയ്യാനാണ് അദ്ദേഹം ഇത്രയും സമയം എടുക്കുന്നത്. കാരണം സൈക്കോളജി ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിനെയല്ല നോക്കുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മളെ മാസ്റ്റർ ചെയ്യുക. അതാണ് ഈ സൈക്കോളജിയോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും നോക്കിയോ. ഫണ്ടമെൻ്റൽ അനാലിസും ടെക്നിക്കൽ അനാലിസും ചെയ്ത് മാർക്കറ്റിൽ ഒരു ഔട്ട്ലുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഔട്ട്ലുക്കിൽ നമ്മളുടെ ആ ഒരു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി വൈസ് ആണ്. ഈ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ആ പ്രോഫിറ്റിൻ്റെ ബാക്കിലായിട്ട് അല്ലെങ്കിൽ പുറകിലായിട്ട് സൈക്കോളജി എന്ന് പറയുന്ന ഒരു വലിയ ബാരിയർ ഉണ്ട്. ആ ബാരിയർ തകർത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റിലേക്ക് നമ്മളൊരു ഹൈ പ്രോഫിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എൻട്രി ഏരിയയിൽ നിന്നും നമ്മളുടെ പ്രോഫിറ്റ് ഏരിയയിലേക്ക് ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഫിറ്റിലേക്ക്, നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക്, അതിന്നൊരു 10 പോയിൻറ്റോ 20 പോയിൻറ്റോ പോവുകയാണെങ്കിൽ അതും പ്രോഫിറ്റാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പ്രോഫിറ്റിലേക്ക് എത്തണമെങ്കിൽ സൈക്കോളജി നന്നായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം കാണിച്ച 2 സ്ലൈഡിലും കാണിച്ച സാധനം നമ്മളൊരു റിലേറ്റീവ് എക്സാമ്പിൾ കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളൊരു ചാർട്ട് കാണാം, എൻ്റെ മുന്നിൽ ഒരു ചാർട്ട് കാണാം. ഓക്കെ, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് കാണാം. ഈ ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ചിലപ്പം സ്റ്റോക്കിൻ്റെ ആവാം, ഫ്യൂച്ചറിൻ്റെ ആവാം, ഓപ്ഷൻസിൻ്റെ ആവാം, കമോഡിറ്റീൻ്റെ ആവാം, ബിറ്റ്കോയിൻ്റെ ആവാം, ഗോൾഡിൻ്റെ ആവാം, എന്തും ആകാം. ഓക്കെ, ഇതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ടെക്നിക്കലി അതുപോലെ ഫണ്ടമെൻ്റലി അനാലിസ് ചെയ്തു. ഓക്കെ, ഫണ്ടമെൻ്റലി ഇപ്പം നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്റ്റോക്കാണെന്ന് വിചാരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഒരു സ്റ്റോക്കാണെന്ന് വിചാരിക്കുക. ഈ സ്റ്റോക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്, അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഫണ്ടമെൻ്റലി ക്രൈറ്റീരിയ ഞാൻ അച്ചീവ് ചെയ്തു. ഓക്കെ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ടെക്നിക്കലി നോക്കുന്ന സമയത്തും ഇത് അത്യാവശ്യം കുഴപ്പമില്ല. കാരണം കുറച്ച് ടെക്നിക്കൽ അനാലിസിസ് കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെക്നിക്കലിയും ഫണ്ടമെൻ്റലിയും നോക്കിയ സമയത്ത് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. ഇതിൽ ടെക്നിക്കലിയും സൂപ്പറാണ്, ഫണ്ടമെൻ്റലിയും സൂപ്പറാണ്. അതുപോലെ തന്നെ ഞാനൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. അപ്പോൾ സ്ട്രാറ്റജി കൂടി അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതിൽ വന്നു. ഓക്കെ, അതാണിത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫണ്ടമെൻ്റലി പറഞ്ഞല്ലോ, ഫണ്ടമെൻ്റലി ഞാൻ നോക്കിയ സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ്. ഇനി ഞാനൊരു സ്വിംഗ് ട്രേഡർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഇൻട്രാഡേ ട്രേഡർ, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഒരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, നോക്കുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഒരു മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് പ്രൈസ് താഴേക്ക് പോയത്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോയി,
അതിനുശേഷം എന്താണ് ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇവിടേക്ക് ഞാൻ കാണിച്ചിട്ടില്ല. അറൗണ്ട് ഇതുപോലെ ഒരു ഡബിൾ ബോട്ടോ ഒരു മേജറായിട്ട് ആളുകൾ സെല്ല് ചെയ്തതിൻ്റെ മുകളിൽ എന്തുണ്ടാവും എന്നാണ് നമ്മൾ പഠിച്ചത്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് മുകളിലേക്ക് വന്ന് ടേക്ക് ഔട്ട് ചെയ്ത് പ്രൈസ് പെട്ടെന്ന് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് കാണാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും തോന്നില്ല, പോയി കാണുക. മാർക്കറ്റ് മേക്കേഴ്സ് സീരീസിൽ നമ്മളെന്താ പറഞ്ഞത്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ അല്ലെങ്കിൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് എന്താണ്, മേജറായിട്ട് ബൈ സ്റ്റോപ്സ്, ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏരിയ. ബൈ ഓർഡേഴ്സ് പെൻഡിങ് ആയി നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ആളുകൾ സെല്ല് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ബൈ ഓർഡേഴ്സ് ഉണ്ടാവുക. ഈ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ ഓർഡർ. അതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ SSL എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് സെൽ ഓർഡേഴ്സ് റെസ്റ്റ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, എന്താണ് ഒരുപാട് സെൽ ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരുപാട് ആളുകൾ ബൈ ചെയ്ത ആ ഒരു ക്രൗഡ് ബൈയിങ് വന്ന ആ ഒരു ബൈയിങ് ലെഗിൻ്റെ താഴെയിട്ട് ആ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സെൽ ഓർഡേഴ്സ് ആയിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ ലിക്വിഡിറ്റി സ്വീപ്പ് അഥവാ മാനിപ്പുലേഷൻ ലെഗ് പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇതുപോലത്തെ ഒരു സ്ട്രോങ് മറുബോസു ഇവിടെ എന്താണ്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് മറുബോസു ക്യാൻഡിൽസ് വന്നു. ഓക്കെ, അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്തു എന്താണ്, ഇറ്റ്സ് എ പ്യുവർ മാനിപ്പുലേഷൻ. ഓക്കെ, പ്രൈസ് ഇനി ഈ മാനിപ്പുലേറ്റീവ് ലെഗ് ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തത് കൊണ്ട് തന്നെ എന്താണ്, പ്രൈസ് നെക്സ്റ്റ് ഇവിടെ നോക്കും നിങ്ങൾ, ഇതാണ് എൻ്റെ ടാർഗറ്റ് ഏരിയ. കാരണം നെക്സ്റ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഇവിടെയാണ്. കാരണം മേജറായിട്ട് ബൈയിങ് വന്നിട്ടുണ്ട്, മേജറായിട്ട് ബൈ, ഇവിടെ 3 ലെഗ് ഓഫ് ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ താഴെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും. ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതായിരിക്കും എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞ് പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, ഒരു സ്വിങ് ഹൈയും കിട്ടി, ഒരു സ്വിങ് ഹൈയും, പ്രൈസ് മുകളിലേക്ക് വന്നു. ഇതിൻ്റെ നമ്മൾ ഫിബ് വെച്ച് നോക്കുമ്പോൾ 50% വീണ്ടും താഴേക്ക് വന്ന് ഇവിടെ എന്താണ്, ഇവിടെ വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് പ്രൈസ് ആ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ ടാർഗറ്റ് ചെയ്തൊരു വീണ്ടും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. അവിടെയാണ് ആക്ച്വലി ഞാനൊരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിന് തൊട്ട് മുന്നിൽ എന്താണ്, ഒരു IDX ഇൻഡ്യൂസ്മെൻറ്റ് അഥവാ എഞ്ചിനീയറിംഗ് ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സപ്ലൈ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ആ ഒരു മാനിപ്പുലേഷൻ നടന്ന ഏരിയനെ ഞാൻ റിഫൈൻ ചെയ്തുകൊണ്ട് ഒരു സപ്ലൈ ഓർഡർ ബ്ലോക്ക് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഞാൻ ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്തു, ടെക്നിക്കലി അനാലിസിസ് ചെയ്തു, മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് കിട്ടി, ഞാൻ അതിലെൻ്റെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്താണ് എൻ്റെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്, എൻ്റെ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത് പ്രൈസ് താഴെ വന്ന് വീണ്ടും ആ IDX ടാപ്പ് ചെയ്ത് സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തുന്ന സമയത്ത് പ്രൈസ് താഴേക്ക് വരും. അത് കഴിഞ്ഞിട്ട് എന്താണ്, എൻ്റെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഞാൻ എവിടെയാണ് വെച്ചത്, ആ ഒരു ഏരിയയിലേക്ക് പോകും. അറൗണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു 1:6 അല്ലെങ്കിൽ എന്താണ്, 1:6 ആ ഒരു റിസ്ക് റിവാർഡ് എനിക്ക് കിട്ടും ഒബ്വിയസ്ലി. കാരണം എന്താണ്, ഞാൻ നന്നായിട്ട് ടെക്നിക്കലി അനാലിസിസ് ചെയ്തിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ഫ്ലോ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബെയറിഷിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. പ്രൈസ് താഴേക്ക് വന്നു, ഒരു കറക്ഷൻ, പ്രൈസ് വീണ്ടും താഴേക്ക് വന്ന ഒരു കറക്ഷൻ, പ്രൈസ് വീണ്ടും ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു, ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു, വീണ്ടും ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്ന ഏരിയയിലാണ് എൻ്റെ സപ്ലൈ ഓർഡർ ബ്ലോക്ക്. അതുപോലെ മുകളിൽ IDX ഉണ്ട്. അതുപോലെ തന്നെ മൈ ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്ന പ്രൈസ് ഗ്രാജുവലി ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് സപ്ലൈ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം എന്താണ്, ഓപ്പോസിറ്റ് നെക്സ്റ്റ് ആണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രൈസ് താഴേക്ക് പോകും. അപ്പോൾ എന്താണ്, എൻ്റെ എൻട്രി വരുന്നത് എവിടെയാണ്, ഇവിടെയായിട്ട് എൻ്റെ എൻട്രി വരും, ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വരും. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഒബ്വിയസ്ലി എന്താണ്, ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ് എൻ്റെ സ്ട്രാറ്റജിയിൽ. ഓക്കെ, എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എന്താണ്, ആ സപ്ലൈ ഓർഡർ ബ്ലോക്കിൽ എത്തുന്ന സമയത്ത് എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തത് കാരണം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തല്ലോ. ആ ലിക്വിഡിറ്റി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ മുകളിലായിട്ടാണ്, സോറി ഞാൻ ഇടയ്ക്ക് മാറിപ്പോകുന്നുണ്ട്.
എന്താണ് ഇവിടെയൊക്കെ എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം മാർക്കറ്റ് ടാപ്പ് ചെയ്തു. അതുകൊണ്ട് ഈ മാർക്കറ്റ് മാനിപ്പുലേഷൻ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത ആ ലെഗിൻ്റെ മുകളിലായിരിക്കും എൻ്റെ എസ് എൽ. എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രൈസ് ഏത് ലിക്വിഡിറ്റിയാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്താൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് എൻ്റെ ടാർഗറ്റ്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി മച്ച് മോർ കോൺഫിഡൻ്റ് ആണ് കാര്യത്തിൽ. ഓക്കെ, അങ്ങനെ മച്ച് മോർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എന്താണ്, എനിക്ക് റൈറ്റ് ആയിട്ടൊരു എൻട്രി കിട്ടി. ആ എൻട്രിയിൽ തന്നെ ഞാൻ എന്താണ് ഇവിടെ എൻട്രി ചെയ്തു, ഞാനിവിടെ സെല്ല് പിക്ക് ചെയ്തു. അതുപോലെ തന്നെ എന്താണ് എൻ്റെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പ്രൈസ് പോകാനുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിൽ എൻ്റെ TP കൊടുത്തു. ഓക്കെ, ഇപ്പം എന്താണ് ഞാൻ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ നോക്കുക, ഡിസിപ്ലിൻഡ് ആയിട്ട്. കാരണം എന്താണ്, ഞാൻ മാർക്കറ്റിനെ ടെക്നിക്കലി നന്നായിട്ട് അനാലിസിസ് ചെയ്തു, ഫണ്ടമെൻ്റലി അനാലിസിസ് ചെയ്തു. ഫണ്ടമെൻ്റലി നോക്കി ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, നല്ലൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി നിങ്ങൾക്കറിയാം, ഫണ്ടമെൻ്റലി നമ്മൾ പല കാര്യങ്ങളും ചെക്ക് ചെയ്യും. ഓക്കെ, അതിനുശേഷം ടെക്നിക്കലി ഞാൻ ടോപ്പ് ഡൗൺ അനാലിസിസ് ചെയ്തു. പ്രൈസിനെ ഹയർ ടൈം ഫ്രെയിമിൽ നിന്ന് ലോവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ഫ്ലോ ഓഫ് നേച്ചർ ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം എൻ്റെ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് എനിക്ക് നല്ലൊരു എൻട്രി ഫൈൻഡ് ഔട്ട് ചെയ്തു, നല്ലൊരു ടാർഗറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതുപോലെ എസ് എല്ലും ഞാൻ പ്ലേസ് ചെയ്തു. ഇത് നോക്കുകയാണെങ്കിൽ ഒരു 1:6 റിസ്ക് റിവാർഡ് എനിക്കുണ്ട്. ഞാൻ റിസ്ക് എടുക്കുന്നതിൻ്റെ 6 ഇരട്ടി എനിക്ക് റിട്ടേൺ കിട്ടാനുള്ള ഒരു ട്രേഡാണിത്. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അതർവൈസ് നമ്മൾ പറഞ്ഞ പോലെ ഫണ്ടമെൻ്റലി ടെക്നിക്കലി സ്ട്രാറ്റജി വൈസ് ഒക്കെ ഞാൻ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്തു. ഇനി എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ലെങ്തിയുള്ള ടാർഗറ്റാണ്. പക്ഷേ എന്താണ്, ഇത് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. എൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ എൻ്റെ ആ ഒരു അനാലിസിസ് പ്രകാരം പ്രൈസ് ഇങ്ങോട്ട് പോകാനുള്ള പ്രോബബിലിറ്റി ഈസ് മച്ച് മോർ ഹയർ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നെക്സ്റ്റ് സെനാരിയോ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് എന്താണ്, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ പ്രൈസ് എന്താണ് ഒരു മൊമെൻറ്റം പ്രൈസിനെ ഇനി അങ്ങോട്ട് കാണുന്നില്ല. പ്രൈസിനി താഴേക്ക് വീഴുമോ ഞാൻ പറഞ്ഞല്ലേ, നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഫണ്ടമെൻ്റലി ഒരു ടെക്നിക്കലോ ഒരു സ്ട്രാറ്റജിയും കൊണ്ട് വന്നിട്ട് കാര്യമില്ല. പിന്നെ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന എന്താണ്, നമ്മളുടെ സൈക്കോളജിയാണ്. ഓക്കെ, അപ്പം എന്താണ്, ടെക്നിക്കലി അനാലിസിസും ഫണ്ടമെൻ്റലിയും സ്ട്രാറ്റജീൻ്റെ ഒക്കെ റോള് എൻ്റെ എൻട്രിയോട് കൂടി കഴിഞ്ഞ് ഇനി പുതിയ സൈക്കോളജി എന്ന് പറഞ്ഞുള്ള ഒരാളുടെ എൻട്രിയാണ് നമ്മളുടെ ഉള്ളിലേക്ക്. ഓക്കെ, അതിനുശേഷം ഇപ്പം ഞാൻ മാർക്കറ്റിനെ നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ്, ഒബ്വിയസ്ലി പ്രൈസ് താഴേക്ക് വന്ന് ഇനിയൊരു മൊമെൻറ്റം താഴേക്ക് കാണുന്നില്ല. പ്രൈസ് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതാണോ, പറ്റിച്ചോ ദൈവമേ പണി ഒരു സെനാരിയോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. പിന്നെ ഞാൻ ആ ഒരു പേടിയോട് കൂടി ഞാൻ മാർക്കറ്റിനെ നോക്കുന്ന സമയത്ത് എന്താണ്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഒരു ഇമ്പൾസീവ് വേവ്, പ്രൈസ് വീണ്ടും തിരിച്ചൊരു കറക്റ്റീവ് വേവ്, പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ എന്താണ്, ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇത് ശരിക്കും ഒരു ഓർഡർ ബ്ലോക്ക് ആണല്ലോ ഇത്. ഓക്കെ, പ്രൈസ് എന്താണ്, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, പ്രൈസ് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് വന്നു. ഞാൻ SL വെച്ച ഏരിയ എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. എനിക്ക് ടോട്ടലി എന്താണ്, എൻ്റെ ആ ഒരു ഡിസിപ്ലിൻ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊരു ഒരു ഐഡിയ ഇല്ലാത്ത പോലെ. കാരണം എന്താണ്, പ്രൈസ് അഗ്രസീവ്ലി താഴേക്ക് പോകാനുള്ള ഇതാണ് ഞാൻ കണ്ടത്. ഓക്കെ, പ്രൈസ് എന്താണ്, ഇതൊരു ബ്രേക്ക് വന്നതിന് ശേഷം പ്രൈസ് താഴേക്ക്. ഇനി എനിക്ക് തോന്നുകയാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊരു ഫേക്ക് ഔട്ട് ആവാനുള്ള ഒരു പോസിബിലിറ്റി ആണോ ഉള്ളത്. ഓക്കെ, ഇപ്പം എന്താണ്, ഞാൻ ഒബ്വിയസ്ലി ഒരു കൺക്ലൂഡ് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ എന്താണ്, എനിക്ക് ചെറിയൊരു ഫിയർ വരുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കൺഫ്യൂഷൻ, ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു ടെൻഷൻ. കാരണം എന്താണ്, ഇനി ഇതെടുത്തത് റോങ് ആയോ, കാരണം ഇതുപോലെ ഒരു ലിക്വിഡിറ്റി ബിൽഡപ്പ് വന്ന് ഇനി ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ടോ. ഒബ്വിയസ്ലി പ്രൈസ് ഈ ഒരു അപ്പ് മൊമെൻറ്റത്തിലാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ട് ഞാൻ ഒബ്വിയസ്ലി എന്താണ്, ഇവിടെ ഞാൻ സ്റ്റെക്കായി പോയി എന്ന് പറയാം. പല ഇമോഷൻസും എനിക്ക് വന്നു. ഇപ്പം വന്ന ഒരു 3 ഇമോഷൻസ് ഞാനിവിടെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമോഷൻ്റെ റോളർ കോസ്റ്റർ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. ആ ഒരു ഇമോഷൻ്റെ മിക്സ്, ഫിയർ വരുന്നു, കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ ഡൗട്ട് വരുന്നു, ഫിയർ വരുന്നു, കൺഫ്യൂഷൻ വരുന്നു, ഒരു നെർവസ്നെസ് ഇടയ്ക്ക് വരുന്നു. ഇമോഷൻസ് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഒബ്വിയസ്ലി ഞാൻ എന്ത് ഡിസൈഡ് ചെയ്തു, വേണ്ട, ഈ ട്രേഡ് വേണ്ട, ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാം. ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, ഒരു 1:2 റിസ്ക് റിവാർഡ് എനിക്ക് കിട്ടി, മതി.
ഞാൻ എന്ത് ചെയ്തു? ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ എക്സിറ്റ് ചെയ്തു. ഓക്കെ, 1:2 റിസ്ക് റിവാർഡിൽ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താണ്? ഇനി എന്താണ്? അതിനുശേഷം എന്താണ്? ഇമോഷൻ എല്ലാം പോയി. ഓക്കെ, ഞാൻ റിലീഫ്. ഞാൻ എന്താണ്? ഞാൻ ചെയ്തു. പക്ഷെ എന്താണ്? എനിക്കിത് മതി. ഓക്കെ, പ്രൈസ് ഇനി തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറി പോകായിരിക്കും. പോകാനുള്ളൊരു ചാൻസാണ്. എൻ്റെ ഇമോഷണലി ഞാൻ എടുത്ത ഡിസിഷനാണിത്. ഓക്കെ, ഇമോഷണലി ഞാൻ എടുത്ത ഡിസിഷനാണ് എൻ്റെ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനം. ഓക്കെ, പ്രൈസ് എന്താണ്? ഓബ്വിയസ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു? ടാർഗറ്റ് അടിച്ചു. 1:6 കിട്ടേണ്ട ആ ഒരു ട്രേഡ് ഞാൻ എവിടെ വെച്ച് ക്ലോസ് ചെയ്തു? 1:2. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ അനാലിസ് ചെയ്തത്. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ അനാലിസ് ചെയ്തത്. ഫണ്ടമെൻ്റലി ഞാൻ നോക്കി, ടെക്നിക്കലി നോക്കി, ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ എൻ്റെ ഫോർവേഡ് ടെസ്റ്റും ബാക്ക് ടെസ്റ്റും ചെയ്ത് നോക്കി. പ്രൂവൺ ആയിട്ടുള്ള എൻ്റെ സ്ട്രാറ്റജി ഞാൻ അപ്ലൈ ചെയ്തു. നല്ലൊരു എൻട്രി പോയിന്റ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്തു. നല്ലൊരു ടാർഗറ്റ് പോയിന്റും ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഞാൻ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും എനിക്ക് യൂസ്ഫുൾ അല്ല. അതിനുശേഷം എന്താണ്? ഞാൻ സൈക്കോളജിയിൽ വീക്കായി പോയി. എന്താണ്? എൻ്റെ ഡിസിപ്ലിൻ പോയത് എപ്പോഴാണ്? എൻ്റെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റി. ലോജിക്കൽ ഡിസിഷൻ എടുക്കേണ്ട സ്ഥലത്ത് ഞാനൊരു ഇമോഷണൽ ഡിസിഷൻ എടുത്തത് എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട്. ഇവിടെയാണ് എൻ്റെ എന്ത് ട്രിഗർ ആയിട്ടുള്ളത്? എൻ്റെ ഇമോഷൻ ട്രിഗർ ആയിട്ടുള്ളത്. 1:6 കിട്ടേണ്ട ആ ഒരു റിസ്ക് റിവാർഡ്, കിട്ടേണ്ട ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് ഞാൻ 1:2 ചെയ്തു. ഇപ്പോൾ എനിക്ക് വരുന്ന ഇമോഷൻ എന്താണ്? റിഗ്രറ്റ്. ഞാൻ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു 4 കൂടി എനിക്ക് അച്ചീവ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റാണ് എനിക്കിപ്പോൾ വന്നത്. ഇതാണ് പറഞ്ഞത്. എന്താണ്? നമ്മൾ എത്രത്തോളം നമ്മൾ സ്ട്രാറ്റജി ചെയ്താലും നമ്മളുടെ പ്രോഫിറ്റ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്? 1:2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഫിറ്റ് എനിക്ക് കിട്ടി. 1:2 എന്ന് പറഞ്ഞ റിസ്ക് റിവാർഡ് വെച്ചിട്ട് എനിക്കൊരു പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാഡ് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ബാഡ് ആണെന്ന് തന്നെ പറയൂ. കാരണം എന്താണ്? 1:6 എൻ്റെ ട്രേഡ് പ്രകാരം 1:6 കിട്ടേണ്ട സാധനം ഞാൻ 1:2 ഇറങ്ങി കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബാഡ് പ്രോഫിറ്റാണ്. കമ്പയർ ടു ഞാൻ ലോജിക്കലി ഞാൻ അനാലിസിസ് ചെയ്തത് എന്താണ്? അല്ലെങ്കിൽ എന്താ ലോജിക്കലി നോക്കുകയാണെങ്കിൽ 1:6 വരെ പോകണം അത്. പക്ഷെ 1:2 ഞാൻ ഇറങ്ങി. അത് ബാഡ് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? ഇപ്പോൾ SLൻ്റെ സെനാരിയോ നോക്കുക നിങ്ങൾ. SL എന്ന് പറയുമ്പോൾ നമ്മൾ ഐഡിയലായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു SL വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ SL അടിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചോ, ആ SL ലോജിക്കലി നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു SL ആണ്. ഒരു ഗുഡ് സ്റ്റോപ്പ് ലോസ് ആണ്, അല്ലെങ്കിൽ ഗുഡ് ലോസ് ആണത്. പകരം എന്താണ്? നമ്മൾ ആ SL എത്തുന്നതിന് മുന്നേ നമ്മൾ അത് ഇമോഷണലി ഡിസിഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചെറിയൊരു ലോസ് കാണുമ്പോൾ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുകയാണ്. അതെന്താണ്? അതാണൊരു ബാഡ് ലോസ് എന്ന് പറയുന്നതാണ്. അതൊരു ബാഡ് ലോസ് ആണ്. ഒരു ഗുഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഗുഡ് ലോസ് എന്ന് പറയുന്നതാണ് അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടായിരിക്കും. ഓക്കെ, നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്തതിന് പകരം നമ്മൾ ഇമോഷണലി തിങ്ക് ചെയ്തു. എനിക്ക് പറ്റിയതെന്താണ്? ഈ ഒരു ഏരിയയിൽ ഞാൻ എൻ്റെ ഇമോഷൻസ് ട്രിഗർ ആവാൻ തുടങ്ങി. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെന്താണ്? ആ എടുത്ത ട്രേഡിനെ നമ്മളൊന്നുകൂടി ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഞാൻ എന്താണ്? എൻ്റെ സ്ട്രാറ്റജി പ്രകാരം എനിക്ക് വന്ന എൻട്രി ഇവിടെ, സ്റ്റോപ്പ് ലോസ് ഇവിടെ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. ഞാൻ എന്താണ്? എൻ്റെ ഇമോഷൻ ട്രിഗർ ആയത് ഈ ഒരു ഏരിയയിലാണ്. കാരണം എന്താണ്? പ്രൈസ് നമ്മളൊരു ഡൗൺ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ആലോചിച്ച് നോക്കുക, നമ്മളൊരു ഷോർട്ട് ട്രേഡ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത് ഡൗൺ ആണ്. നമുക്ക് കറക്റ്റീവ് മൂവ് എന്ന് പറയുന്നത് മുകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? കറക്റ്റീവ് മൂവ്, ഇമ്പൾസീവ് മൂവ്. ഇങ്ങനെ ഒരു 6 ആക്ക് ഫോർമാറ്റിലല്ലേ പ്രൈസ് പോകുന്നത്. അപ്പം ഞാൻ എന്ത് മനസ്സിലാക്കണമായിരുന്നു? പ്രൈസ് താഴേക്ക് വന്നാൽ തിരിച്ച് മാർക്കറ്റ് ഒന്ന് കയറും. കാരണം എന്താണ്? കറക്ഷൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ട്രെൻഡിന് എപ്പോഴും എന്താണ്? നല്ലൊരു കറക്ഷൻ വേണമെന്ന് പറയുന്നതും അതാണ്. ഓക്കെ, അപ്പം ഈ ഓരോ കറക്ഷൻ സമയത്തും ഈ ഓരോ കറക്ഷൻ സമയത്താണ് ഒരുപാട് ആളുകൾക്ക് സൈക്കോളജി ട്രിഗർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇമോഷൻസ് അവരുടെ മൈൻഡിൽ ട്രിഗർ ചെയ്യുന്നത്. പലതരം ഇമോഷൻസ് വരും. ആ ഇമോഷൻസ് വന്ന സമയത്താണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ എന്താണ്? അത് ഇമോഷണൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ ആയിരിക്കും. ഓക്കെ, അതെന്തായിരിക്കും? അത് തെറ്റാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നമുക്ക് റിഗ്രറ്റ് അനുഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്.
ഓക്കെ, ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചൂടായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഡിസിഷൻസ് എടുക്കരുത് എന്ന് പല ആളുകൾ നമ്മളോട് പറയുന്നതും നമ്മൾ പഠിച്ചതുമായിട്ടുള്ള കാരണം എന്താണ്? ആ സമയത്ത് എന്താണ്, ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻ എന്ന് പറയുന്നത് ആങ്കർ ആയിരിക്കും. ഓക്കെ, ആങ്കർ ആ സമയത്ത് ഒരു ആങ്കർ രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സമയം, അല്ലെങ്കിൽ ആ ഒരു ആങ്കർ ഇമോഷനുള്ള സമയത്ത് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താണ്, ആ ഡിസിഷൻ നമ്മൾ ലോജിക്കലി, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേബിൾ നേച്ചറിൽ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കില്ല അത്. നമ്മൾ ആ എടുക്കുന്ന ഡിസിഷന് നമ്മളുടെ ആ ഇമോഷൻ ആയിട്ടുള്ള ഒരു 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 കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് സൈക്കോളജി നമ്മൾ പഠിക്കുന്നതിന്. കാരണം എന്താണ്, ഇപ്പം 1:6 ഇറങ്ങേണ്ട ഒരു ട്രേഡ് ഞാൻ 1:2 ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താണ്, ഞാൻ സൈക്കോളജിക്കലി വീക്കാണ്. ഞാൻ എത്ര വലിയൊരു ട്രേഡറാണോ, അല്ലെങ്കിൽ എത്ര നന്നായിട്ട് അനാലിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രോഫിറ്റോ നമ്മൾ ഉദ്ദേശിച്ചൊരു സ്റ്റോപ്പ് ലോസ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 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 5 പൈസ നമുക്ക്, അല്ലെങ്കിൽ ഒരു 10 പൈസയുടെ വില പോലും നമുക്കില്ല. കാരണം എന്താ, നമ്മൾ പ്രീ ഡിഫൈൻഡ് ചെയ്തിട്ടുള്ളൊരു ടാർഗറ്റിലോ, അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസിലോ ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ഒരു ടെക്നിക്കലും ഫണ്ടമെൻ്റലും സ്ട്രാറ്റജി നമ്മൾ എത്ര വലിയ 50,000 രൂപ കൊടുത്ത് പഠിച്ച സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈക്കോളജിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു ഡൗൺ ട്രെൻഡിൽ ഒരു കറക്ഷൻ കാണുന്ന സമയത്ത് പേടിക്കേണ്ട ആവശ്യം എന്താണ്? പ്രൈസ് ഈ 6 ഫോർമാറ്റിലെ പ്രൈസ് പോകൂ. ഒരു കറക്ഷൻ എപ്പോഴും വേണം മാർക്കറ്റിൽ. മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ എന്താണ്, പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രൈസ് താഴേക്ക് വരും. കാരണം എന്താണ്, ഈ താഴേക്ക് വരുന്നത് എന്താണ്, താഴേക്ക് വരുന്നത് കുറച്ച് ആളുകൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നത് കൊണ്ടാവാൻ വരുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഇവിടുന്ന് വീണ്ടും ആളുകൾ എന്താണ് സെല്ല് ചെയ്യുന്നത് കൊണ്ടായിരിക്കും താഴേക്ക് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഉദ്ദേശിച്ചത് റൈറ്റ് ആയിട്ടുള്ള ഒരു എൻട്രി ആണെങ്കിൽ തിരിച്ച് മാർക്കറ്റ് ഇവിടുന്ന് കയറും. ഓക്കെ, കയറും. അതിനുശേഷം എന്താണ്, ഇവിടുന്നൊക്കെ പാർട്ടിസിപ്പേഷൻസ് വരും. നമ്മളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് തന്നെ പ്രൈസ് പോകും. ഓക്കെ, അപ്പോൾ അത് എന്താണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പെന്നി സ്റ്റോക്കാണ്. ഒരു പെന്നി സ്റ്റോക്കിന് എന്താണ്, നമ്മൾ റീറ്റെയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ICT കാര്യങ്ങളൊന്നും ഇതിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ, ലിക്വിഡിറ്റി കുറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇതിലെന്താണ്, ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞ സമയത്ത് പ്രൈസ് നിങ്ങൾ നോക്കൂ, അറൗണ്ട് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് 180% ഒരു അപ്പ് മൂവ് ആണ് ഇതിൽ കണ്ടത്. ഓക്കെ, ഇത് ഡെയിലിയാണ്. ഇതിലെന്താണ്, ഒരു കറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൈസ് ഒരു പമ്പിങ് ആയിരുന്നു. ഓക്കെ, നമുക്കൊരു അപ്പോൾ ഒരു 180% ഒക്കെ പ്രൈസ് മുകളിലേക്ക് പോകുന്ന പറയുമ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ട് ഒരു നല്ലൊരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ചെറിയൊരു കറക്ഷൻ ബേസ് ആയിട്ടായിരിക്കും വയ്യോ. ഇവിടെ കറക്ഷനും ഇല്ല, ഒന്നുമില്ല, ഒരൊറ്റ അപ്പ് മൂവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, നെക്സ്റ്റ് മൂവിൽ പ്രൈസ് അതാ കിടക്കുന്നു സെയിം സ്ഥലത്ത് തന്നെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുന്ന സമയത്ത് എന്താ തോന്നുന്നത്? ഇത് ഞാനാണെന്ന് വിചാരിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നല്ലൊരു എൻട്രി അല്ല ഞാൻ എടുത്തത്, നല്ല ഓരോ SL-ലും ടാർഗറ്റും പ്ലേസ് ഉണ്ട്. പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചു? അവിടെയാണ് പോയിന്റ്. സൈക്കോളജിയിൽ എനിക്ക് എന്താണ്, നെർവസ്നെസ് വന്നു, ഓവർ കോൺഫിഡൻസ്, ഫിയർ, ഗ്രീഡ്, ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായി. എനിക്കിവിടെ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ആദ്യം ഇവിടെ വന്നത് ഒരു ഫിയർ വന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഡൗട്ട് വന്നു. ഇതാണ് എനിക്ക് വന്നിട്ടുള്ള ഒരു ഇത്. ഓക്കെ, ഞാൻ നേരത്തെ പ്രീവിയസ്ലി കാണിച്ച എക്സാമ്പിൾ വന്നിട്ട് എനിക്ക് വന്ന സംഭവം ഇതാണ്. ഫിയറും വന്നു, ഡൗട്ടും വന്നു. ഇതാണ് എൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ, അല്ലെങ്കിൽ എനിക്ക് 1:6 എന്നുള്ള റിസ്ക് റിവാർഡ് കിട്ടേണ്ട ആ ഒരു ട്രേഡിനെ നശിപ്പിച്ച എൻ്റെ എനിമി എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ലോസ് ആവുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കാര്യം നിങ്ങൾ തന്നെയാണ്. അല്ലാത്ത ചിലപ്പോൾ സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടാവും, മാർക്കറ്റ് കണ്ടീഷൻ പോലും ആയിരിക്കില്ല നിങ്ങൾക്കെതിരെ, നിങ്ങളാണ്. അതുകൊണ്ട് ഒരാളെയും പഴി ചാരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾ വീക്കായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, വേറെ ഒന്നുമല്ല. അതുകൊണ്ട് പലരും എന്താ ചെയ്യുക, സ്ട്രാറ്റജി മാറ്റാം. ഇതിലെന്താണ്, ഇപ്പം ഞാൻ ചെയ്തതിൽ ഒരു EMA കൂടി ഞാനൊരു ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ പക്ഷെ എന്താണ്, അവരൊക്കെ റോങ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇപ്പം എനിക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ ആ എൻട്രി കട്ട് ചെയ്ത ഒരു ഏരിയ അല്ലേ, അവിടെ ചിലപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണെങ്കിൽ ഞാൻ എന്താണ്, ഒരു പിവറ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഒരു ലീഡിങ് ഇൻഡിക്കേറ്ററാണ്, നല്ല ഇൻഡിക്കേറ്ററാണ്, ആരൊക്കെയോ പറഞ്ഞു കേട്ട ഇൻഡിക്കേറ്ററാണ്, ഒരുപാട് സജഷൻ വന്ന ഇൻഡിക്കേറ്ററാണ്, ഒരുപാട് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്ററാണ്. അതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് കണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ചെയ്തു. പക്ഷേ എന്താണ്, നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മൾ റോങ് ആയിട്ടുള്ള കാര്യത്തിലാക്കാൻ നമ്മളുടെ സൈക്കോളജി ബിൽഡ് ചെയ്യേണ്ട ആ ഏരിയയിലെത്തി എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം ഞാൻ എന്താണ്, എൻ്റെ സ്ട്രാറ്റജീനെ മോഡിഫൈ ചെയ്യാനാണ് പോയത്. പല ആളുകളും ചെയ്യുന്ന മെയിൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതാണ്. എന്തെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അവർ നേരെ പോയിട്ട് എന്ത് ചെയ്യും, സ്ട്രാറ്റജി മോഡിഫൈ ചെയ്യാൻ നിൽക്കും.
സ്ട്രാറ്റജി എല്ലാം മോഡിഫൈ ചെയ്യണം, നമ്മളെ മോഡിഫൈ ചെയ്യണം, നമ്മളുടെ ഇമോഷനെ മോഡിഫൈ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇമോഷൻസ് ഉണ്ടാവും. കാരണം എന്താണ്, വി ആർ ഹ്യൂമൻസ്, നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഈ എല്ലാ ഈ മുകളിൽ കൊടുത്ത ഈ ഇമോഷൻസും, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്യാത്ത പല ഇമോഷൻസും നമുക്കുണ്ടാവും. വി ആർ ഹ്യൂമൻസ്. നമുക്കെന്താണ്, നമുക്ക് ഇമോഷൻസിനെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഇമോഷൻസിനെ ഒന്നും നമുക്ക് പുറം കളയാൻ കഴിയില്ല. കാരണം വി ആർ ഹ്യൂമൻസ്. പക്ഷെ എന്താണ്, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു അവസ്ഥയായിരുന്നു, എൻ്റെ ഹാർട്ട് ഇങ്ങനെ മിടുക്കിയാണ്. ഹാർട്ട് മിടിക്കേണ്ട കാര്യം എന്താണ്, ഇവിടെ നോക്കൂ നിങ്ങൾ, നമ്മളുടെ പിയാനോയിൽ നോക്കുന്ന സമയത്ത് പ്രൈസ് മുകളിലേക്ക് പോകുന്നതും കാണുന്നുണ്ട്, പ്രൈസ് താഴേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഈ പ്രൈസിൻ്റെ ഈ ഒരു കയറ്റവും ഈ പ്രൈസിൻ്റെ ഒരു ഇറക്കവുമാണ് എന്ത്, എൻ്റെ ഇമോഷനെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. എന്താണ്, മണി ഈസ് എ വെരി ഇമോഷണൽ സബ്ജക്റ്റ്. മണി എന്ന് പറയുന്നത് എന്താണ്, വെരി ഇമോഷണൽ ആയിട്ട് സബ്ജക്റ്റ്. ആ മണിയെ നമ്മൾ ഡയറക്റ്റ് കാണാം. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആ ജോലി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, ഞാനിപ്പോൾ സാധാരണ ഒരു വാർക്കപ്പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്താണ്, എനിക്ക് ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷം, ആ പണി കഴിഞ്ഞ് വൈകുന്നേരം പോകാൻ ഒരു 5 മണിക്ക് നിൽക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഉടമ അല്ലെങ്കിൽ ഒരു കടയുടെ ഉടമ അല്ലെങ്കിൽ എൻ്റെ ബോസ് എനിക്ക് കാശ് തരും. അപ്പോഴാണ് ഞാൻ ആ കാശ് കാണുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടാണ് എക്സാമ്പിൾ കൊടുത്തത്. ഒരു അക്കൗണ്ടൻ്റായ ഞാൻ ജോലി ചെയ്തതിന് ശേഷം എനിക്ക് ആ ഒരു എമൗണ്ട്, എനിക്ക് അതിൻ്റെ ഒരു റിവാർഡ്, എൻ്റെ ഒരു സാലറി കിട്ടുന്നത് ആ ഒരു മന്ത് എൻഡാണ് ഞാൻ ആ സാലറി കാണുന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ട്രേഡിങ് സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ എൻട്രി എടുത്തത് തൊട്ട് നമ്മൾ സ്ക്രീനിൽ കാണുകയാണ് ഈ ഒരു മണിയുടെ ഫ്ലോ. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മളത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്താണ്, നമ്മളുടെ ആ ഒരു ഹാർട്ട് നന്നായിട്ട് ഇടിക്കാൻ തുടങ്ങും. കാരണം മണി ഈസ് എ വെരി ഇമോഷണൽ സബ്ജക്ട്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഇമോഷണൽ പാറ്റേൺസ് കോസസ് മണി. നമുക്ക് ഇതുപോലെ ഇമോഷണൽ പാറ്റേൺസ് ഉണ്ടാവുമല്ലോ, അത് കോസസ് മണി. നേരത്തെ കോസ് ചെയ്തത് എന്താണ്, എനിക്ക് 1:6 കിട്ടേണ്ട ആ ട്രേഡിനെ ഞാൻ 1:2 ചെയ്ത്. കാരണം എന്താണ്, ഒന്നുമല്ല, എൻ്റെ സ്ട്രാറ്റജിനൊന്നുമല്ല ഞാൻ കുറ്റം പറയുന്നത്, ഞാൻ കുറ്റം പറയുന്നത് എന്നെയാണ്. കാരണം എന്താണ്, എൻ്റെ ഇമോഷണലി ഞാൻ എടുത്ത ഡിസിഷനാണ് അവിടെ പാളിപ്പോയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മണി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമോഷണൽ സബ്ജക്റ്റ് ആണ്. ഇമോഷണൽ പാറ്റേൺസ് കോസ് മണി. കാരണം വി ആർ ഹ്യൂമൻസ്. നമുക്കെന്താണ്, ഇമോഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയില്ല, പകരം എന്താണ്, കൺട്രോൾ ചെയ്യാനേ പറ്റൂ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ചാർട്ട് എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ചാർട്ട് എക്സാമ്പിൾസ് നിർത്താം. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു എൻട്രി എടുത്തു. വേറൊരു എൻട്രി എടുക്കുന്ന സമയത്ത് എന്താണ്, ഇപ്പം ഞാൻ സൈക്കോളജി ഒക്കെ ബിൽഡ് ചെയ്ത് അത്യാവശ്യം നന്നായി എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്, എൻ്റെ സ്ട്രാറ്റജി അല്ല തെറ്റ്, എൻ്റെ അനാലിസിസ് അല്ല തെറ്റ്, ഞാനാണ് തെറ്റ്. ഓക്കെ, എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഇമോഷൻസ് ആണ് എന്നെ കൊണ്ട് ഈ ബാഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുപ്പിക്കുന്നത്. എന്താണ്, ഞാൻ ഒബ്വിയസ്ലി ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ഓക്കെ, ഒബ്വിയസ്ലി ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി പോയിന്റിലാണ് ഞാൻ ടാർഗറ്റ് വെച്ചതെന്ന് ഉദ്ദേശിക്കുക. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചു. ഓക്കെ, ഇപ്പം എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് എങ്ങനെ പോവാം, പ്രൈസ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുകളിലേക്ക് പോവാം. ഓക്കെ, ഒറ്റയടിക്ക് പ്രൈസ് മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്താണ്, പ്രൈസ് ഓരോ ഇമ്പൾസീവ് കറക്റ്റ് മൂവ് വെച്ചിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്താണ്, ഈ ഒരു സ്ഥലത്ത് എല്ലാം തിരിഞ്ഞിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. അല്ലെങ്കിൽ എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഒരു മൂവ് എന്നു പിന്നെ വീണ്ടും ഒരു വലിയ ലോങ് കറക്ഷൻ തന്നിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോവാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് എൻ്റെ SL അടിച്ച് പോവാം. ഓക്കെ, ഇങ്ങനെ പല രീതിയിലുള്ളൊരു ആൻറ്റിസിപ്പേഷൻ എനിക്കുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ എല്ലാത്തിനും പ്രിപ്പയർ ആണ്. ഏത് തരത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, പക്ഷെ എന്താണ്, എനിക്ക് കൺഫേം അല്ല. പല രീതിയിൽ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത പോലെ ഇങ്ങനെ പോവാം, ഈ ഓരോ രീതിയിൽ പോവാം. ചിലപ്പോൾ പ്രൈസ് ഒറ്റയടിക്ക് തന്നെ തിരിച്ച് താഴേക്ക് SL അടിക്കാം. എപ്പോഴും ഞാനൊരു SL പ്രതീക്ഷിച്ചിട്ടാണ് ഒരു എൻട്രിയിലേക്ക് വരുന്നത്. ഒരു SL പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വരുന്നത്. കാരണം എന്താണ്, ആ SL പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ആ SL അടിച്ചാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്, ഞാൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത ഒരു SL അടിക്കുമ്പോൾ അതൊരു ഗുഡ് SL ആയിരിക്കും, ഒരു ഗുഡ് ലോസ് ആയിരിക്കും. കാരണം എന്താണ്, എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രകാരം ഞാനൊരു 1% ആണ് റിസ്ക് വെച്ചെങ്കിൽ എൻ്റെ ക്യാപിറ്റലിൻ്റെ 1% അവിടെ പോകുന്നുള്ളൂ. വേറെ ഒരു മലയിടിച്ചിലും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പം നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഇമേജിൽ നിന്ന് സെക്കൻഡ് ഇമേജിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ ആക്ച്വലി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഹിറ്റ് ചെയ്തത്, അങ്ങനെയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതല്ല, എങ്ങനെയാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, എൻട്രി എടുത്തതിന് ശേഷം ഒരു ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം ഒരു ലോങ് കറക്റ്റീവ് മൂവ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതല്ലേ. അതിനുശേഷം വീണ്ടും ഒരു ഇമ്പൾസീവ് മൂവ്, അതിനുശേഷം വീണ്ടും ഒരു കറക്റ്റീവ് മൂവ്, അതിനുശേഷം ചെറിയൊരു ഇമ്പൾസീവ് മൂവ്, അതുപോലെ ഒരു ചെറിയൊരു കറക്റ്റീവ് മൂവ്. അതിനുശേഷം എന്താണ്, ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൗട്ടിലാണ് എനിക്ക് ആ ഒരു ഇമ്പൾസീവ് മൂവ് അങ്ങ് കിട്ടിയത്.
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് 1 ലെഗ് ഓഫ് കറക്ഷൻ, 2 ലെഗ് ഓഫ് കറക്ഷൻ, 3 ലെഗ് ഓഫ് കറക്ഷൻ. പല ആളുകളും എങ്ങനെയാണ് ഈ കറക്ഷൻ ഫേസിലാണ് അവരുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ കുറച്ച് കാലം എടുത്ത് പഠിച്ച സംഭവത്തിൽ മനസ്സിലായി എന്താണ്, കറക്ഷൻ വരും. കറക്ഷൻ വരും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്രൊട്ടക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതെങ്കിൽ അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അടിക്കില്ല എന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. നമുക്കൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും നമ്മളുടെ സെല്ല്. അപ്പോൾ എന്താണ്, ഒരു കറക്ഷൻ വരും. പല ആളുകളും ഫെയിലായി പോകുന്നത് എന്താണ്, ഈ ഒരു കറക്ഷനിലാണ്. ഒബ്വിയസ്ലി ഈ ഒരു കറക്ഷനിലാണ് പല ആളുകളും പോകുന്നത്. കാരണം എന്താ, നമ്മളെപ്പോഴും നമ്മൾ ഒരു ഡയറക്റ്റ് വ്യൂവിലാണ് നമ്മൾ നോക്കുക. എൻട്രി എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നേരെ എന്താണ് പറയുക, ഒരു ബെയറിഷ് ക്യാൻഡിൽ പോലും ഇല്ലാതെ ബുള്ളിഷ് ക്യാൻഡിൽസ് പോവുക. അപ്പോൾ എന്താ, നമുക്ക് അവിടെയാണ് നമ്മളുടെ ഡോപ്പമൈൻ നമുക്ക് ഉണ്ടാവുന്നത്. എന്താണ്, നമുക്ക് ആ ഒരു ഹാപ്പി ഉണ്ടാവുന്നതാണ്. പ്രൈസ് ഇതുപോലെ ഇങ്ങനെ ഒരു കറക്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഡൗട്ട് വരും, ഫിയർ വരും, കാര്യങ്ങളൊക്കെ വരും. സൈക്കോളജിക്കലി മൈൻഡ് ബിൽഡ് ചെയ്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ ആദ്യമേ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും കറക്ഷൻ വരും. 1, 2, 3, 4 കറക്ഷൻ വരും. ഈ കറക്ഷൻ വന്നിട്ട് ഈ ഒരു എൻട്രി എടുത്തതെന്ന് ഈ പ്രോഫിറ്റിലേക്കുള്ള ആ ഒരു പേഷ്യൻസ് സ്പേസ് എന്ന് പറയുമല്ലോ, എൻ്റെ പേഷ്യൻസ് ആണ് എനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് തരുന്നു. കാരണം എന്താ, എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് കിട്ടണമെങ്കിൽ സൈക്കോളജിക്കലി ഞാൻ ഇമ്പ്രൂവ് ആവണം. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഇവിടെ വെച്ച് നിർത്താം. ഈ ഒരു ലെവൽ വെച്ച് നിർത്താം. ഇവിടെ വെച്ച് നിർത്തിയാലും എനിക്ക് പ്രോഫിറ്റാണ്. പക്ഷെ അത് ഗുഡ് പ്രോഫിറ്റ് അല്ല. അതെന്നാണ് നമ്മൾ ഇമോഷൻ്റെ ബേസിലെടുത്ത ഡിസിഷൻ ബേസിൽ നമ്മളെടുത്ത പ്രോഫിറ്റാണ്. തിരിച്ച് പ്രൈസ് താഴേക്ക് വന്നാൽ എന്താണ്, ഇവിടുന്ന് ബ്രേക്ക് ഈവണായെന്ന് പറഞ്ഞ് പലരും കട്ട് ചെയ്യാം. തിരിച്ച് മാർക്കറ്റ് പോകുന്ന സമയത്ത് എന്താണ്, ഇവിടെ വെച്ച് വീണ്ടും ചില ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ചില ആളുകൾ ഇനി വേണ്ടാന്ന് വെച്ചിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ഈവൻ ചെയ്യാം. നമ്മൾ എത്രത്തോളം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നു അത്രത്തോളമായിരിക്കും. അതുകൊണ്ടാണ് ഒരുപാട് കാലം എടുക്കുന്നത് ഇത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കറക്ഷൻ മാർക്കറ്റ് വരും. ഈ കറക്ഷൻ ബേസിലാണ് കൂടുതൽ ആളുകൾക്കും ഇമോഷൻസ് ട്രിഗർ ആവുന്നത്. നമ്മളുടെ ഇമോഷണൽ റോളർ കോസ്റ്റർ. ഇമോഷൻ്റെ പലതരം ഇമോഷൻസ് പഠിച്ചത് എന്തൊക്കെയാണ്, നമുക്കെന്താണ്, ഓവർ കോൺഫിഡൻസ്, നെർവസ്നെസ്, ഫിയർ, ഗ്രീഡ്, ആങ്സൈറ്റി, ഫോമോ, ഡൗട്ട്, പല കാര്യങ്ങളും നമ്മൾ വരും. എപ്പോഴാണിത് വരുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുന്നേ ഇതൊന്നുമില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്തൊന്നും ഈ പ്രശ്നമില്ല. നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസിൻ്റെ ആ ഒരു ഫ്ലക്ച്വേഷൻ നമ്മൾ നേരിട്ട് കാണുമ്പോൾ മാത്രമാണ് ഇത് വരുന്നത്. അപ്പം തന്നെ ആലോചിച്ച് നോക്കുക, അത് മാർക്കറ്റിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. സൈക്കോളജി, ഇറ്റ്സ് ഓൾ അബൌട്ട് സൈക്കോളജി എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്റർ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യാണ്. കാരണം എന്താണ്, പ്രൈസ് ഈ ഒരു മൊമെൻറ്റത്തിൽ പോകുന്ന സമയത്ത് വി ആർ ഹാപ്പി. ജസ്റ്റ് ഒരു കറക്ഷൻ വന്ന ആ സമയത്ത് നമ്മളുടെ ഇമോഷൻ്റെ ഒരു സാഡ്നെസ് ആവും. അതുപോലെ ഇങ്ങനെ ഓരോ വേവിലും ഓരോ അപ്പ് മൂവും ഓരോ ഡൗൺ വേവിലും നമ്മളുടെ ഇമോഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കും. അതാണ് നമ്മൾ റോളർ കോസ്റ്റലായിട്ട് നമ്മൾ ചെയ്യുന്ന റോളർ കോസ്റ്റൽ റൈഡിൽ ഞാൻ കയറുന്ന സമയത്ത് ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ആയിരിക്കും. ഒരു പീക്ക് ലെവലിലെത്തുന്ന സമയത്ത് പല ആളുകൾക്കും ചിലവർ ആർക്കും, ചിലവർ ചിരിക്കും, ചില ആളുകൾ സാഡാവും, ചില ആളുകൾ പേടിക്കും. ചില ആളുകൾ ഉറക്ക കരയും, ചില ആളുകൾ ഉറക്ക ചിരിക്കും, ചില ആളുകൾ ഉറക്ക ആർക്കും, ചില ആൾക്കാർ കൂകും. പല രീതിയിലുള്ള ഇമോഷൻസ് ഈ റോളർ കോസ്റ്റർ രീതിയിൽ ആ റൈഡ് ചെയ്യുന്ന സമയത്തായാലും നമ്മളുടെ എൻട്രി എടുത്ത സമയത്താണെങ്കിലും പലതരം ഇമോഷൻസ് ഉണ്ടാവും നമുക്ക്. അതുകൊണ്ടാണ് റോളർ കോസ്റ്റർ എന്നുള്ള ഒരു ടേംസിൽ നമ്മളിതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കാര്യം നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1 സെക്കൻഡ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഒപ്റ്റിമിസം ലെവലിലായിരിക്കും. ഒപ്റ്റിമിസം ലെവലിൽ നമ്മളുടെ എൻട്രി എടുക്കുന്ന സമയമാണ് ഈ ഒരു ഒപ്റ്റിമിസം ലെവലിൽ. അതിനുശേഷം പ്രൈസ് ഒന്ന് മുകളിലേക്ക് പോകുന്ന സമയത്ത് വി ആർ എക്സൈറ്റ്മെൻറ്റ്, നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ത്രില്ലുണ്ടാവും. നമ്മളുടെ ഒരു ഒപ്റ്റിമിസം ലെവൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എൻട്രി എടുത്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്പൈക്കിൽ നമുക്ക് എന്ത് വരും, നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് വരും, ത്രില്ല് വരും. അങ്ങനെയുള്ള നമ്മളുടെ ഒരു ഹാപ്പി ഹോർമോൺസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. നമ്മുടെ നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇമോഷൻസ് ഒക്കെ നമുക്ക് ട്രിഗർ ചെയ്യും. യൂറോഫീലിയ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ചെറുങ്ങനെ ഈ എക്സൈറ്റ്മെൻറ്റും ത്രില്ലും ചെറുങ്ങനെ കുറഞ്ഞു വരും. അതിനുശേഷം ആ ഒരു കറക്റ്റീവ് മൂവിൽ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ എൻട്രി എടുത്തതിന് ശേഷം ഒരു കറക്ഷൻ വരും എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ഏരിയയിലാണ് ആങ്സൈറ്റി,
ഡീനിയൽ, ഫിയർ, ഡിപ്രഷൻ, ഫിയർ, ക്യാപിറ്റുലേഷൻ, ഇതൊക്കെ വരുന്നത്. ഓക്കെ, ഈ ഡീനിയൽ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ഡീനിയൽ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഇമോഷൻസ്, നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലെ അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ആ ഒരു ഡീനിയൽ സ്റ്റേജിലാണ്. അവിടെ നമുക്ക് എന്താണ്, ഇമോഷണലി നമുക്കൊരു ഡിസ്കംഫേർട്ട് തോന്നും. അതിനുശേഷം നമുക്കൊരു ഫിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഡിസ്പ്രഷൻ വരാനുണ്ട്, പാനിക് വരുന്നത് എപ്പോഴും എന്താണ്, നമ്മളുടെ ഒപ്റ്റിമിസം ലെവലിൽ നിന്ന് പ്രൈസ് താഴേക്ക് എന്ന് വെച്ചാൽ നമ്മൾ എൻട്രി എടുത്തതിൽ നിന്നും പ്രൈസ് താഴേക്ക് പോകുന്ന സമയത്തല്ലേ നമുക്കൊരു ചെറിയൊരു പാനിക് ക്രിയേറ്റ് ആവുന്ന. പാനിക് സെല്ലിംഗ് എന്ന് പറയുന്നത് എന്താണ്, സഡൻ ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ എൻട്രി എടുത്തതിൽ നിന്നും പ്രൈസ് താഴേക്ക് ഒരു ഡിപ്പ് താഴേക്ക് പോകുമ്പോൾ എന്താണ്, നമ്മൾ പാനിക്കാവും. ക്യാപിറ്റുലേഷൻ ഇവിടെയാണ് വരുന്നത്. ഈ ക്യാപിറ്റുലേഷനിൽ വരുന്നത് എന്താണ്, നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യും. ചില ആളുകൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ആ ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു ട്രേഡിനെ മാനേജ് ചെയ്യുന്ന രീതീസൊക്കെ അവിടെ വരും. ഈ ഒരു രീതിയിൽ വരുന്നത് എന്താണ്, നമ്മളുടെ ആ പാനിക്കിനെയും നമ്മുടെ ഫിയറിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും. ഡിസ്പോണ്ടൻസി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ആ ഒരു കേവിൻ്റെ ലാസ്റ്റാണിത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ യൂറോഫീലിയ എന്ന് പറയുന്നത് എന്താണ്, എന്താണ്, ഈ എക്സൈറ്റ്മെൻറ്റ് ത്രില്ലിൻ്റെയും ആ ഒരു എൻഡിങ് പോർഷൻ ആണെങ്കിൽ, ഇവിടെ ഡിസ്പോണ്ടൻസി എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കേവിൻ്റെ ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസിൻ്റെ ഒരു എൻഡിങ് ആണ്. ഇവിടെ എന്താണ്, ഇവിടെ ഡീപ്പ് സാഡ്നെസ് ഉണ്ടാവും, നമുക്ക് പല രീതിയിലൊരു ഹോപ്പ്ലെസ് ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഈ ഒരു ഒപ്റ്റിമിസം ലെവലിൽ നിന്നുള്ള ഈ ഒരു ഹയർ വേവിൻ്റെ ആ ഒരു മോട്ടിവേഷൻ ഒന്നും നമുക്കില്ല. ഓക്കെ, നോ ചാൻസ് ഫോർ എനി ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ചാൻസും മാർക്കറ്റിന് ഇനി മുകളിലേക്ക് ഇനി ഇല്ല എന്നുള്ളൊരു ഏരിയത്തല്ലോ. അതിനുശേഷം എന്ത് ചെയ്യും, വീണ്ടും കർവ് എന്ത് ചെയ്യും, വീണ്ടും ഒപ്റ്റിമിസം ലെവലിലേക്ക് പോകും. അവിടെയാണ് ഹോപ്പ്, റിലീഫ്, നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാവ് ഫാക്ടർ വരുന്നത് എന്താണ്, അതെന്താണ്, ഇതാണ് ഒരു റോളർ കോസ്റ്റർ ആയിട്ടുള്ള രീതിയിൽ. ഇതിനെ നമ്മളെന്താണ്, ഒരു 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമിസം ലെവലിൽ നിന്ന് ഈ ഒരു ലെവലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, വീണ്ടും എന്താണ്, ഒരു നെഗറ്റീവ് ഫീലിങ്സ് വരുന്ന ഒരു സ്റ്റേജ്. അതിനുശേഷം ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ റിലീഫ്, ഹോപ്പ്, ഇതെല്ലാം വരുന്ന ഒരു സ്റ്റേജ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജ്. നമ്മളുടെ പീക്ക് ലെവൽ, നമ്മുടെ എക്സൈറ്റ്മെൻറ്റും നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് എല്ലാം അതിൻ്റെ സ്റ്റാർട്ടിങ് ടു എൻഡിങ് അല്ല, അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തുന്നവരെയാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷനിൽ ഉണ്ടാകുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സെക്കൻഡ് സ്റ്റേജിൽ വരും. അതിനുശേഷം എന്ത് ചെയ്യും, വീണ്ടും എന്താണ്, നമ്മുടെ ഒപ്റ്റിമിസം ലെവലിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് പാനിക് ക്രിയേറ്റ് ആവും. അതിനുശേഷം എന്താണ്, അതിനുശേഷമാണ് തേർഡ് സ്റ്റേജ്, നമ്മളുടെ ഹോപ്പ്, അതുപോലെ റിലീഫ്. നമ്മൾ എവിടെ നിന്നാണോ എൻട്രി എടുത്തത് ആ ഏരിയയിലേക്ക് തന്നെ തിരിച്ച് ഒപ്റ്റിമിസം ലെവലിലേക്ക് തന്നെ പ്രൈസ് തിരിച്ചത് മുകളിലേക്ക് വരുന്നു. അവിടെ എത്തുന്ന സമയത്ത് എന്താണ്, ചില ആളുകൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ആവും. കാരണം എന്താ, ഞാൻ വാങ്ങിയെടുത്ത് തന്നെ വിൽക്കാൻ ഇനി വേണ്ടെന്ന് പറയും. പല ആളുകൾ എന്ത് ചെയ്യും, അവിടെ ഹോപ്പ് കാണും, ഓക്കെ ഇനി തിരിച്ച് മാർക്കറ്റ് മുകളിൽ. അപ്പോൾ എന്താണ്, ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല, പക്ഷേ ഇതായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് എന്താണ് ഇതിനെ പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു ഇമോഷൻ്റെ ഒരു സൈക്ലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ്റെ ഒരു മിക്സിങ്, അതാണ് നമ്മൾ ഈ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, നമ്മളൊരു ലോങ് സെനാരിയോ നോക്കുക. ഇവിടെ നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് മുകളിലേക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം എന്താണ്, എബോവ് ദ എൻട്രി പ്രൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ എൻട്രി എടുത്തതിൻ്റെ മുകളിൽ പ്രൈസ് നിൽക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഇമോഷൻ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ് അല്ലേ. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും എബോവ് ദ പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരും. കാരണം നമ്മൾ എൻട്രി എടുത്തതിൻ്റെ മുകളിലായിട്ട് പ്രൈസ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്, അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്കോ ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്കോ വരുന്ന ഒരു ഡൗട്ട് വരും. പക്ഷെ എന്താണ്, ബിലോ ദ എൻട്രി പ്രൈസ്, നമ്മൾ എൻട്രി എടുത്തതിൻ്റെ താഴെ പ്രൈസ് എത്തുന്ന സമയത്താണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ഇമോഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളത് അല്ലേ. അങ്ങനെയാണ് മെജോറിറ്റി. നമ്മൾ എൻട്രി എടുത്തതിൻ്റെ എബോവ് ദ പ്രൈസ്, ബിലോ ദ പ്രൈസ്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുന്ന സമയത്ത് എന്താണ്, നമുക്ക് അവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ത്രില്ല്, അതുപോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഇമോഷൻസ് അല്ല നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് എന്താണ്, നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു നെഗറ്റീവായിട്ട് എന്താണ്, നമുക്ക് ആ ഒരു ഡൗട്ട്, അതുപോലെ ഫിയർ കാര്യങ്ങളൊക്കെ വരും. അത് എന്താണ്, എബോവ് ദ എൻട്രി പ്രൈസും കൂടി ആവുന്ന സമയത്ത് എന്താണ്, അവിടെ ഒരു പാനിക്കും ചിലപ്പം ക്രിയേറ്റ് ആവും.
ആവില്ലേ? ആകും. ഓക്കെ. അപ്പോൾ ലോങ് സെനാരിയോ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് വൈസ് വേഴ്സ നമ്മൾ ഷോർട്ട് സെനാരിയോ പറയുമ്പോഴും എന്താണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എൻട്രി. ഓക്കെ. എൻട്രീൻ്റെ ഇതെന്ന് പറയുന്നത് എബോ, ഇത് പറയുന്നത് ബിലോ. ഓക്കെ. ഇവിടെ എന്താണ് നമ്മളുടെ ഷോർട്ട് സെനാരിയോയിൽ എന്താണ് പ്രൈസിൻ്റെ നമ്മളുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് താഴേക്കാണ്. അവിടെ എന്താണ് എൻട്രി പ്രൈസിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇമോഷൻസ് എഫക്റ്റ് ചെയ്യും. താഴേക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇമോഷൻസ് അഫക്റ്റ് ചെയ്യും. പക്ഷെ എന്താണ് നമ്മുടെ എൻട്രി പ്രൈസിനെ എബോ ഉള്ളതിൻ്റെ അത്ര ഉണ്ടാവില്ല, ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ കണ്ട സെയിം ക്യാൻഡിൽ തന്നെ നമുക്കെന്താണ് നേരത്തെ നമ്മൾ ലോങ് സെനാരിയോയിൽ ഗ്രീൻ ക്യാൻഡിൽ നമ്മളൊരു ഒരു പോസിറ്റീവായിട്ടാണെങ്കിൽ ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നും. അപ്പം എന്താണ് ക്യാൻഡിൽസിലല്ല കാര്യം നമ്മളുടെ വ്യൂവിലാണ് കാര്യം. ഓക്കെ. അപ്പോൾ ഷോർട്ട് സെനാരിയോയിലും ലോങ് സെനാരിയോയിലും എന്താണ് നമ്മളുടെ എൻട്രി പ്രൈസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു എൻട്രി എടുക്കുന്നതിന് മുന്നേ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബലി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 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 മൈൻഡ് സെറ്റ് വരണം. എസ് എൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. അതുപോലെ പ്രൈസ് മുകളിലേക്ക് നമ്മളെന്താണ് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ് പ്രൈസ് മുകളിലേക്ക് പോകൂ, പകരം ഞാൻ എന്ത് ചെയ്യുന്നു എസ് എൽ അടിക്കാനുള്ള ഒരു പ്രോബബിലിറ്റി ഞാൻ അവിടെ കാണുന്നുണ്ട്. അതുപോലെ പ്രൈസ് മുകളിലേക്ക് പോകാൻ എങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ബേസ് കാണും. അതുപോലെ എല്ലാ വേസ്റ്റ് സെനാരിയും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, ഇതിലൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളെന്താണ് പ്രൈസ് അഗ്രസീവായിട്ട് മുകളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അത് സംഭവിച്ചില്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷന് വിപരീതമായിട്ട് പലതരത്തിലുള്ള ബാഡ് ഇമോഷൻസ് നമുക്ക് കടന്നു വരാം. ആ ഇമോഷൻസ് വരുമ്പോൾ ആ ഇമോഷണലി നമ്മൾ ഡിസിഷൻസ് എടുക്കും. ഡിസിഷൻ അപ്പാടെ പാളാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ട്രക്ചറാണ് ലിംബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ്. ഓക്കെ. ഇതെന്താണ് ഈ സ്ട്രക്ചർ ഇൻവോൾവ്സ് പ്രോസസ്സിങ് ഇമോഷൻസ്, മെമ്മറി ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ. അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തപ്പെടുന്നത്. അതിൻ്റെ ഈ ഒരു ലിംബിക് സ്ട്രക്ചറിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താണ് പ്രിഫോണ്ടൽ കോണ്ടെക്സ്റ്റ്, അതുപോലെ തന്നെ എന്താണ് അമിഗ്ഡല്ല നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അമിഗ്ഡല്ല. അതുപോലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്നത് എന്താണ് ഈ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തറിഞ്ഞ കാര്യങ്ങൾ, ഈ ഇത്തരം നമ്മുടെ നോളജ് എല്ലാം നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യപ്പെടുന്ന ബ്രെയിനിൻ്റെ ഒരു ഭാഗമാണിത്. ഓക്കെ. ഈ അമിഗ്ഡല എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ മേജറായിട്ടുള്ള നമുക്ക് വരുന്ന ഇമോഷൻസ് പോസിറ്റീവായോ നെഗറ്റീവായിട്ടുള്ള പല ഇമോഷൻസ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്താണ് അമിഗ്ഡലയിലാണ്. പ്രിഫോണ്ടൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതും ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ് വരുന്നത് എന്താണ് ഈ പ്രിഫോണ്ടൽ കോണ്ടെക്സ്റ്റിൽ നിന്നും അതുപോലെ അമിഗ്ഡലയിൽ നിന്നുമാണ് നമ്മളുടെ ഡിസിഷൻസ് വരുന്നത്. ഓക്കെ. പ്രിഫോണ്ടൽ കോണ്ടെക്സ്റ്റ് എന്ന് വരുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് എന്താണ് അത് ലോജിക്കലായിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും അവിടെ നിന്ന് വരുന്നത്. എന്നാൽ അമിഗ്ഡലയിൽ വരുന്നത് എന്താണ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രെയിനിൻ്റെ ഭാഗമാണ് അമിഗ്ഡല. അതുകൊണ്ട് തന്നെ എന്താണ് അമിഗ്ഡലയിൽ വരുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് അത് ഇമോഷൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മളുടെ ഇതുപോലത്തെ നമ്മൾ പാനിക്കായിട്ട് നിൽക്കുന്ന സമയം അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫിയർ ആയിട്ട് നിൽക്കുന്ന സമയം, നമ്മൾ ഹാപ്പി ആയി നിൽക്കുന്ന സമയം, അവിടെ നമ്മൾ എടുക്കുന്ന ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഏത് ഇമോഷൻ്റെ ബേസിലാണോ നമ്മൾ എടുക്കുന്നത് ആ ഇമോഷൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുണ്ടാവും. ഓക്കെ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കെന്താണ് നമ്മുടെ ഇമോഷണലി നമ്മൾ ഡിസിഷൻ എടുക്കുന്നതും ലോജിക്കലി നമ്മൾ ഡിസിഷൻ എടുക്കുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ ഒരു റീക്യാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം മെയിനായിട്ടൊരു കാര്യം നമ്മൾ ഇമോഷണൽ റോളർ കോസ്റ്റർ നമ്മൾ എക്സാമ്പിൾ വൈസ് പറഞ്ഞു. ഇമോഷൻ്റെ ഒരു മിക്സാണ് ഇമോഷണൽ റോളർ കോസ്റ്ററായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ട്രേഡിങ് സെനാരിയോയിലേക്ക് വരുമ്പോഴോ ഒരു റിലേറ്റീവ് എക്സാമ്പിളിൽ ഒരു സെർട്ടൺ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ബാഡ് ഇമോഷൻസ് ആവാം, പോസിറ്റീവ് ഇമോഷൻസ് ആവാം, നെഗറ്റീവ് ഇമോഷൻസ് ആവാം, എല്ലാത്തിൻ്റെ ഒരു മിക്സാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ഒരു കാരണവശാലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ട്രേഡിംഗ് ഡിസിഷനെ ബാധിക്കുന്ന മെയിൻ സാധനമാണ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടെക്നിക്കലി ഫണ്ടമെൻ്റൽ അനാലിസ് ചെയ്ത് സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവിടെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ബാരിയർ തന്നെ ഉണ്ട് സൈക്കോളജി. അതുകൊണ്ട് സൈക്കോളജിയിൽ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മേജറായിട്ടുള്ള കാര്യം. അതിന് സമയമെടുക്കും, ആ കാര്യം മനസ്സിലാക്കുക, സമയമെടുക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതിൽ ഒരാളെന്നോട് പറഞ്ഞതെന്താണ് നമ്മളുടെ ഒരു മോട്ടിവേഷൻ കളയുന്ന രീതിയിലുള്ളത്. കാരണം ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ്, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇത്
ഇതിന് മാച്ച് ആവുന്ന ഒരു അസറ്റ് ക്ലാസ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ്, ഒരു സെഗ്മെൻ്റ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു സൈക്കോളജി നിങ്ങൾ ഫിറ്റ് ആകൂ. അത് 100% ഷുവറാണ്. ഇപ്പോൾ എന്താണ്, ഞാനൊരു കോഴ്സ് വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ എൻ്റെ കോഴ്സിൻ്റെ, ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയുകയാണ്, എനിബഡി ക്യാൻ ഇൻട്രസ്റ്റഡ് ഇൻ ICT, നിങ്ങൾ എന്താ ചെയ്യുക, എനിക്ക് മെസ്സേജ് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് എന്താണ് കോഴ്സ് പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒരു ഒരു ഈ ഒരു ഒരു ആ ഒരു എന്താണ് ഈ ഒരു ഒരു മണീനെ ഫോക്കസ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ ഇതിന് ഓപ്പോസിറ്റേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രാഡേ ചെയ്താൽ കാശ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഓപ്ഷൻ ചെയ്താൽ കാശ് ഉണ്ടാക്കാം. പക്ഷെ എന്താണ്, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താണ്, നിങ്ങൾക്ക് ഇത്ര മാസം ഇൻവെസ്റ്റ് ചെയ്താൽ, ഇത്ര കൊല്ലം ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡർ ആവാം. പക്ഷെ ഒരാളുടെ ഇമോഷനല്ല, ഒരാളുടെ പേഴ്സണാലിറ്റി അവിടെ ചെക്ക് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പം എന്താണ്, നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി മാച്ച് ചെയ്തിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണോ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിക്കുക. എന്നിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കോ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൻസിനോ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റൻസിക്കോ വിപരീതമായിട്ടുള്ളൊരു സെഗ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ, ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇതുവരെ കണ്ടവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു 0% പോലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്താണ്, ഞാൻ മണി മോട്ടീവായിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് മാച്ച് ചെയ്ത സെഗ്മെൻറ്റ്സ് തിരഞ്ഞെടുക്കുക. സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇമോഷൻ റോളർ കോസ്റ്റർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ എപ്പിസോഡ് 3 വീഡിയോയിൽ നമ്മൾ ഫിയർ, ഗ്രീഡ്, ഹോപ്പ്, അങ്ങനെ ഇമോഷൻസിനെ എല്ലാം നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് വിത്ത് എക്സാമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, വീഡിയോ ഇതുവരെ കണ്ടവരാണെങ്കിൽ താങ്ക് യു.